ഹലോ, വിത്ത് യുവർ ഹാൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്ന സ്റ്റിച്ചാണ് സ്പൈഡർ വെബ് സ്റ്റിച്ച്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 2 സർക്കിൾ വരച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഈക്വൽ ഡിസ്റ്റൻസിൽ ഇതുപോലെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നാൾ മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാനൊരു വോവൺ വീൽ സ്റ്റിച്ച് ചെയ്തു. അത് വെച്ചൊരു ഫ്ലവർ ചെയ്യുന്നതും കാണിച്ചു വന്നിരുന്നു. ഇതാണത്. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വോവൺ വീൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇത് സർക്കിളിനെ പാർട്ടീഷൻ ചെയ്യുന്നത് എപ്പോഴും ഓഡ് നമ്പേഴ്സിലായിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്താലേ ഇതിന് ഈ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. എന്നാൽ സ്പൈഡർ വെബ് സ്റ്റിച്ചിന് നമുക്ക് അങ്ങനെയില്ല. ഈവൻ നമ്പറായിട്ടോ ഓഡ് നമ്പറായിട്ടോ നമുക്ക് ഡിവൈഡ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം, അതൊന്ന് പോയി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് സ്പൈഡർ വെബ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വോവൺ വീൽ ചെയ്യുന്നതുമായിട്ട് കുറച്ച് സാമ്യമുള്ള സ്റ്റിച്ചാണ്, എന്നാൽ ചെറിയ മാറ്റമുണ്ട്. നമുക്കിതെങ്ങനെ ചെയ്തെടുക്കാം നോക്കാം. ഇതിനായിട്ട് 6 സ്ട്രാൻഡ്സ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള സ്റ്റിച്ചുകളൊക്കെ ചെയ്യാനായിട്ട് എപ്പോഴും 6 സ്ട്രാൻഡ്സ് എടുക്കണം. കുറച്ച് തിക്കായിട്ട് ത്രെഡ് ഉണ്ടെങ്കിലേ ഭംഗിയുണ്ടാവുള്ളൂ. ആദ്യം നമുക്ക് ഈ ഒരു ഫ്ലവർ ചെയ്ത് നോക്കാം. ഇത് ഞാനിവിടെ ഓഡ് നമ്പറായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഇത് ഈവൻ നമ്പറായിട്ടും. അപ്പോൾ ആദ്യം ഓഡ് നമ്പർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇതുപോലെ നീഡിൽ കുത്തി മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് സെൻറ്ററിലുള്ള പോയിന്റിൽ ഇതുപോലെ കുത്തിത്താത്തുക. വീണ്ടും അടുത്ത പോയിന്റിൽ കുത്തിയെടുക്കുക. സെൻറ്ററിൽ കുത്തിത്താത്തുക. ഇങ്ങനെ നമുക്ക് ഈ ഓരോ ലൈനുകളും തയ്ച്ചെടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഏതെങ്കിലും 2 ലൈനുകളുടെ ഇടയിലായിട്ട് സെൻറ്ററിലായിട്ട് ഇതുപോലെ കുത്തി മുകളിലേക്ക് എടുക്കണം നീഡിൽ. ഇതുപോലെ നീഡിൽ കുത്തി മുകളിലേക്ക് എടുക്കുക. എന്നിട്ടിനി നമുക്ക് ഈ ഓരോ ലൈനുകളുടെയും ഇടയിൽ കൂടെ, ഈ തയ്ച്ചിരിക്കുന്ന ഈ ഓരോ സ്റ്റിച്ചുകളുടെ ഇടയിൽ കൂടെ ഇതിനെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് സ്പൈഡർ വെബിൽ നമ്മൾ ബാക്കിലേക്കാണ് കോർക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ത്രെഡ് എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ ബാക്കിലുള്ളത്, അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ മാത്രം ഇതുപോലെ കോർത്തെടുക്കുക. നീഡിലിൻ്റെ ബാക്ക് വെച്ച് കോർത്തെടുക്കുന്നതായിരിക്കും ഈസി ആവുക. ഇങ്ങനെ കോർത്തു. എന്നിട്ടിനി നമുക്ക് തിരിച്ച് വീണ്ടും ഇപ്പോൾ കോർത്തതിൻ്റെയും അതിൻ്റെ തൊട്ടടുത്തുള്ളതും ഇതും ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലൂടെ ഒന്നും കൂടെ കോർത്തെടുക്കുക. അപ്പോൾ നമുക്ക് കാണാം ഈ ആദ്യത്തെ ഈ സ്റ്റിച്ചിൽ ഒരു ചുറ്റ് പോലെ വന്നിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഈ സ്റ്റിച്ചിലാണ് ചുറ്റ് പോലെ വരേണ്ടത്. അപ്പോൾ അടുത്തത് നമുക്ക് ഈ നീഡിൽ വെച്ച് ഇതിൻ്റെയും അതിൻ്റെ നെക്സ്റ്റിൻ്റെയും കൂടെ അടിയിലൂടെ ഇതുപോലെ കോർത്തെടുക്കുക. വീണ്ടും ഇതിൻ്റെയും അതിൻ്റെ നെക്സ്റ്റ്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഏതിൻ്റെ അടിയിലൂടെയാണോ ഈ ത്രെഡ് വന്നിരിക്കുന്നത് അതിൻ്റെയും അതിൻ്റെ തൊട്ടടുത്ത് സ്റ്റിച്ച്, അത് അങ്ങനെ ഓർത്താൽ മതി. ഇതുപോലെ നമ്മളിപ്പോൾ ആദ്യം തയ്ച്ച തീർന്നിടത്തെത്തി. ഇപ്പോൾ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ തുടർന്ന് ബാക്കി മുഴുവൻ ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് ഈ റൗണ്ട് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കോർത്തെടുക്കുമ്പം ഈ സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടെ മാത്രമേ കോർക്കാവുള്ളൂ, ക്ലോത്തിൽ കുത്തരുത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ നമുക്കിത് മുഴുവൻ ഫില്ല് ചെയ്തെടുക്കാം.
ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് ത്രെഡ് കൂടുതൽ നീളത്തിലെടുക്കുന്നതാണ് നല്ലത്. ഇടയ്ക്ക് വെച്ച് തീർന്നു പോകാതിരിക്കുന്നതാണ് നന്നാവുക. ഇത് മുഴുവൻ ഇവിടെ ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്കിത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടെ മാത്രം കോർത്തെടുക്കുക. ഇതുപോലെ കോർത്തെടുത്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത സ്റ്റിച്ചിൻ്റെ അടിയിലേക്ക് ഇതുപോലെ നീഡിൽ കുത്തി താഴേക്ക് ഇറക്കുക. ഇങ്ങനെ വളരെ ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. ഫ്ലവേഴ്സൊക്കെ ചെയ്യാൻ ഒത്തിരി നല്ലതാണ്. വേഗം ഫില്ലായി കിട്ടും. അധികം ബുദ്ധിമുട്ടില്ലാത്ത സ്റ്റിച്ചാണ്. ഇനി നമുക്ക് ഇതും കൂടി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് ഞാൻ ഈവൻ നമ്പേഴ്സ് ആയിട്ടാണ്, അതായത് 8 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വലിയ വ്യത്യാസമൊന്നുമില്ല. ബേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ നീഡിൽ കുത്തി മുകളിലേക്ക് എടുത്തിട്ട് സെൻറ്ററിൽ കുത്തുന്നതിന് പകരം നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിന്റിൽ കുത്തിയെടുക്കാം. ഇങ്ങനെ വീണ്ടും അതിൻ്റെ തൊട്ടടുത്ത പോയിന്റിൽ കുത്തി അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ കുത്തിയാൽ മതി. ഇങ്ങനെ എടുത്ത് അതിൻ്റെ ഓപ്പോസിറ്റിൽ കുത്തുക. ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഏതെങ്കിലും ഒരു 2 സ്റ്റിച്ചുകളുടെ ഇടയിലായിട്ട് സെൻറ്ററിൽ കുത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് കോർത്തെടുക്കാം. അല്ലെങ്കിൽ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഇത് മുകളിൽ ഇങ്ങനെ നീങ്ങിപ്പോകുമല്ലോ, അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇവിടെ കുത്തിയെടുത്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്ത് ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി സെൻറ്ററിലൊരു കുത്തിയിട്ട് അതെല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ. എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഏതെങ്കിലും 2 ലൈനുകളുടെ ഇടയിൽ ഇതുപോലെ നീഡിൽ കുത്തിയെടുക്കുക. പിന്നെ എല്ലാം ബാക്കി ഇത് ചെയ്ത പോലെ തന്നെയാണ്. ആദ്യത്തെ ഇപ്പോൾ ഈ ത്രെഡ് വന്നിരിക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിലുള്ളതിൻ്റെ അടിയിലൂടെ മാത്രം ആദ്യം കോർത്തെടുക്കുക. ഇപ്പോൾ കോർത്തെടുത്തതിൻ്റെയും അതിൻ്റെ തൊട്ട് ബാക്കിലുള്ളതും വീണ്ടും അതുപോലെ തന്നെ. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമുക്കത് മുഴുവൻ ഫില്ല് ചെയ്തെടുക്കാം, നേരത്തെ ചെയ്തതുപോലെ തന്നെ. അപ്പോൾ ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ മുഴുവൻ ഒരുപാട് അങ്ങ് ഫില്ല് ചെയ്തില്ല. ചെറുതായിട്ട് ഈ സ്റ്റിച്ചിൻ്റെ ഈ ബേസിൻ്റെ ഈ കാലുകൾ ഇങ്ങനെ കാണാവുന്ന പോലെ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ 2 ഷെയ്ഡ് ഇട്ടിട്ട് ചെയ്യാം. ബേസ് ആദ്യം ഒരു കളർ വെച്ച് ചെയ്യുക. എന്നിട്ട് ഈ വീവ് ചെയ്തെടുക്കുന്നത് കോർത്തെടുക്കുന്ന സ്റ്റിച്ച് വേറെ കളർ വെച്ചു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അരികത്ത് ഇതുപോലെ ചെറുതായിട്ട് കാണുന്ന ഒരു ഭംഗിയായിരിക്കും. സെൻറ്ററിലും സൈഡിലും ഈ അറ്റത്തും മാത്രം ബേസിൻ്റെ കളർ കാണും. അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. വളരെ ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്